അവിടെ ഉണ്ടായിരുന്നു ഒരു ഉമ്മ. ദ്രോഹിക്കാൻ മാത്രം അറിയുന്ന ഉമ്മയായിരുന്നു. അതുപോലെ ആയിരുന്നു മോനും. എന്നെ ദ്രോഹിച്ചിട്ടുള്ള ഉമ്മ. എന്നെ ഒരിക്കലും അവരെ സ്നേഹിക്കാൻ ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഞാൻ അവിടെ പിടിച്ചു നിൽക്കുമായിരുന്നു. ഒരിക്കൽ പോലും അഫ്സലിക്കാന്റെ ജീവിതത്തിലേക്ക് ആദ്യം വരൂലായിരുന്നു. പക്ഷെ എന്റെ കുഞ്ഞിനെ വള്ളൊക്കെ ചവിട്ടിയിട്ട് ഉപദ്രവിച്ച് അലസിപ്പോയപ്പോഴമ്മ ഞാൻ ഇറങ്ങിപ്പോന്നത്. ഇമ്മ പറയും, അങ്ങനെ ഒരു ജീവിതത്തിൽ ഇമ്മ കടിച്ചു തോന്നി നിൽക്കും. ഒരു പെണ്ണ് നിൽക്കൂല. പിന്നെ നമ്മളെ സ്നേഹിക്കാൻ പുറപ്പെട്ട് കണ്ട് ഒരാണ് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായാലും മനസ്സിലൊരു ചാഞ്ചാട്ടം ഉണ്ടാവില്ല. അമ്മ പെണ്ണല്ലേ, സ്നേഹം കൊതിക്കാതിരിക്കൂലല്ലോ. ഒരാണിന്റെ സംരക്ഷണം കൊതിക്കാത്ത ഒരു പെണ്ണുണ്ടാവില്ലല്ലോ അമ്മ. അത് ഞാനും ചെയ്തിട്ടുള്ളൂ. അഫ്സലിക്കാന്റെ സ്നേഹത്തിലുള്ള പെരുമാറ്റം എല്ലാം കണ്ടപ്പോൾ ഞാനും കൊതിച്ചു പോയിമ്മ. പിന്നെ ഇപ്പാന്റെ സ്നേഹത്തിലുള്ള പെരുമാറ്റം കണ്ടപ്പോൾ അതിന്റെ പൊട്ട ബുദ്ധിയാണ് എന്താണോ എന്നറിയില്ല. ആദ്യം ജീവിക്കാനൊന്ന് ആഗ്രഹിച്ചു പോയി. ഇങ്ങനെ സങ്കടപ്പെടല്ലേ, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞില്ലേ. ഞാൻ എന്നെ എന്തൊക്കെയോ പറഞ്ഞ് അത് തിരിച്ചെടുക്കാൻ പറ്റൂല. ഇജാണ്ട് ചെല്ല്, ഞാൻ വരെ ചോർന്നാണ്. ചെല്ല്. ഇമ്മ പറയും, ഞാൻ അവിടുന്ന് പോണെങ്കിൽ പോയിക്കോളും. സത്യ പറഞ്ഞത്. ഒരിക്കൽ പോലും ഇമ്മാന്റെ പേര് പറയില്ല. ഇമ്മ പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടുന്ന് പോയിക്കണമെന്ന് പറയില്ല. ഷെറീനെയും കുറ്റപ്പെടുത്തൂല. സ്വന്തം ഇഷ്ടപ്രകാരം ഇവിടുന്ന് പോയതാണെന്ന് ഞാൻ പറഞ്ഞോണ്ട് ഇമ്മമ്മാന്റെ മോനോട് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. എന്നെ തേടി വരരുതെന്ന് പറയുമ്പോ ഞാൻ പോണം. ഇജി പെണ്ണ് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലേ പിന്നെ എന്റെ അഫ്സലിന് വേറെ ഏതാ പെണ്ണുള്ളത്? ഇജിന്ന് വെച്ചങ്ങാണ്ട് ജീവൻ കളയുന്ന ചെക്കനാണ്. പിന്നെ മോളെ, നിങ്ങൾ ഞാൻ കാരണം ജീവിതം തുടങ്ങാതിരിക്കണ്ട. ഇമ്മാന്റെ മക്കള് ജീവിതമൊക്കെ തുടങ്ങിക്കോളി. എന്നിട്ടേ ഇമ്മാക്ക് മേഘയെ ഒരു പേരക്കുടിനെ തരാൻ നോക്കി. ഇമ്മ എന്തൊക്കെ ഷെറിത്താന്റെ വാക്കും ഇതൊക്കെ പാടെ കേട്ടിട്ട് പോട്ടെ. കഴിഞ്ഞു പോയില്ല. അതൊക്കെ ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. നാവുമെന്ന് വീണതേ തിരിച്ചെടുക്കാൻ പറ്റൂലല്ല. ഇന്റെ ആള് ചെല്ല്, ഞാൻ വരെ ചോർന്നാണ്. നടക്ക്. ഇത് മതി, വേറെ ഒന്നും വേണ്ട. ഇമ്മ ഇതുപോലെ എന്നെ ചേർത്ത് പിടിച്ചാൽ മതി. സന്തോഷമായിക്ക്. ഞാൻ റീനുവിനോട് പറയട്ടെ, ഇമ്മ വരി, ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് ഭക്ഷണം കഴിക്കാം. ഇക്ക് എന്താ അറിയില്ല. അവന്റെ ബദിരീങ്ങളെ, ഞാൻ അങ്ങനെ നല്ലപോലെ വർത്താനം പറഞ്ഞതിനാണോ കുട്ടി എനിക്ക് ഇത്ര സന്തോഷം? ഉമ്മാനോട്ടി ചെല്ല്. ഒരു പാവം കുട്ടി. ഇതിനെയാണല്ലോ റബ്ബെ ഞാൻ ഇത്രയും കാലത്ത് കണ്ട് ദ്രോഹിച്ചത്. എൻ്റെ അഫ്സൽ മോൻക്ക് ഇതുപോലത്തെ ഒരു പെൺകുട്ടിനെ വേറെ കിട്ടൂല. പഠിച്ചാല് എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇമ്മക്ക് അപ്പം എന്നോടൊരു ദേഷ്യമില്ല. പഠിച്ചാല് ഇതേപോലെ തന്നെ മുന്നോട്ട് പോയാൽ മതിയാതെ ഒരിക്കൽ പോലെ ഇനി മനസ്സ് മാറിയിട്ട് വലിയ സന്തോഷമാവും മൂപ്പരാൾക്ക്. ഞാൻ അതിനോട് നല്ലപോലെ വർത്താനം പറഞ്ഞിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ, ആദ്യന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂപ്പരാൾക്ക് എന്താ ചിട്ടാ ബാങ്ക് കൊടുത്ത എമ്പാടുമായി. ഈ ഒരു മനുഷ്യൻ എന്തായിരിക്കും കാണാത്തത്? ഇമ്മ, നിങ്ങൾ ഇവിടെ ഇരിക്കാണ്, വരി ഭക്ഷണം കഴിക്കാം. ഇക്കൊന്ന് ടൗണിൽ പോണം, കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്. ഞാൻ വരാം, ഞാൻ ഇപ്പൊ വന്നിട്ട് അങ്ങോട്ട് വരാം. ഇച്ചി ചോറിന പോയിട്ട് ഇപ്പൊ 2000 റുപ്യ കിട്ടമ്മ. വന്ന് ചെറിയ എനിക്ക് 2000-3000 ഇരുന്ന് വാങ്ങൽ കുറച്ച് കൂടുതലാട്ടാ. പിന്നെ ഞാൻ എൻ്റെ ഉമ്മാനോടല്ലാതെ എനിക്ക് വേറെ ആരോടെങ്കിലും ചോദിക്കാൻ പറ്റുമോ?
അഫ്സലിനോട് ചോദിക്കാൻ പറ്റൂല. അഫ്സലിനോട് ഇപ്പൊ ചോദിച്ചിട്ടുണ്ടെങ്കിലേ അഫ്സൽ തരൂലമ്മ. അവന്റെ പെണ്ണുങ്ങളെ വാലും തൂങ്ങി നടക്കല്ലേ. അവനക്കിപ്പോ പെങ്ങന്മാരൊന്നും വേണ്ടല്ലോ. ആ എന്ത് പറഞ്ഞാലുണ്ട് ആ ഒരു വർത്താനം. ആ നാശത്തിന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും തച്ചാട്ടണമ്മ. അവളാണ് ഇവിടെ ഈ കുടുംബം കലക്കണത്. നാശം പിടിച്ചോളൂ. നിർത്തടി. ഈ പറഞ്ഞമാര് ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് ആ കുട്ടിന്റെ നെഞ്ഞത്ത് കയറിയിട്ടാണല്ല. അതെന്താ എന്നെ കാട്ടിയത്? എല്ലാന്നും ഓളെപ്പെടുന്ന് തച്ചാട്ടണെന്ന്. ഓളെപ്പെടുന്ന് തച്ചാട്ടിട്ട് ജഫ്സലിന് വേറെ പെണ്ണ് കൊണ്ടുവരുമോ? ഞാൻ പോയി കൊണ്ടേ. ഇജല്ലെങ്കിൽ തച്ചാട്ടാ നല്ല ഉഷാറാണ്. വെറുതെ ആ പെൺകുട്ടിന്റെ നെഞ്ഞത്ത് കയറിയിട്ട് ഈ പെരന്റെ ഉള്ളിൽ ഒരു സ്വസ്ഥത അങ്ങോട്ട് ഇല്ലാതാക്കോള്. എന്നാ ഓൾക്ക് തൃപ്പതിയാണ്. ഇമ്മ ഇങ്ങളെന്താ ഇങ്ങനൊക്കെ പറയണത്? ഇമ്മാക്ക് അവളെന്തേലും ഫോണിൽ കാണിച്ചെന്നാ ഇങ്ങനൊക്കെ പറയാന്? ഇക്കൊന്നും ഫോണിൽ കാണിച്ചു തന്നിട്ടില്ല. ഇനി എന്തെങ്കിലും ഉണ്ടോ? അല്ല, ഞാൻ ചോദിച്ചതാണ്. ഓ, അപ്പൊ ഇങ്ങളും മരോളും അമ്മായിമ്മയും എല്ലാരും ഒന്നായി. ഇപ്പൊ ഞാൻ പുറത്തില്ലേ? ഞാനാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു ശല്യം. ഞാൻ ഇവിടെ പുറത്തായി. ആയിക്കോട്ടെ, നടക്കട്ടെ. എനിക്ക് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾ ഒന്നാവേ എന്താ ചെയ്ക്കോളെ. ആ ഇജ അങ്ങനെ വിചാരിക്കണേ വിചാരിച്ച ഇക്ക് എന്നോട് വർത്താനം പറയാനില്ല. ഈ പോണ്ടടത്തൊക്കെ പോയിക്കോ. ചെറിയ എനിക്ക് 2000 റുപ്യ വേണമെന്നുണ്ട്. അൽമാറയിലുണ്ട്. അതിന് എടുത്തുകൊണ്ട് പോയിക്കോ. ഓക്കെ, ആ മരിയോളെടുത്തുനിന്ന് കണക്കിന് കിട്ടാൻ കൊടുക്കണുള്ളൂ കേട്ടാ. അനുഭവിക്കാൻ കൊടുക്കണുള്ളൂ. നിങ്ങൾ ഇന്നെ തള്ളി പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഓളെ കൂട്ടിപ്പിടിച്ചിക്കണത്. നടക്കട്ടെ, എല്ലാരും കൂടി ഒന്നായിക്കോളി. ആ പെൺകുട്ടിനായിട്ട് ഞാൻ അനുഭവിക്കുകയാണെങ്കിലേ അവിടെ അനുഭവിച്ചോണ്ട് ഇജ എന്റെ പണി നോക്കിക്കോ പോയിട്ട്. ഓൾ അനുഭവിപ്പിക്കണോ നടക്കണ ആള്. കുട്ടിയെ താപ്പ് നോക്കിയാണ്ട് എനിക്ക് എരിപിരി കയറ്റി തന്നിട്ട് ആ പെൺകുട്ടിന്റെ ജീവിതം അങ്ങോട്ട് ഇല്ലാതാക്കാൻ എന്താ ഓള് ഉഷാറ്. ഓളെ ജീവിതം നല്ലപോലെ കൊണ്ടടക്കാൻ ഓള് മിടുക്കത്തിയല്ല. മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ ഓള് നല്ല ഉഷാറാ. അവ മോളെ, എടി ഞാൻ ഇവിടുത്തെ മനോടെ മനസ്സ് തുറന്ന് സംസാരിച്ചടി. അവണ്ടല്ല, ഇമ്മക്ക് എന്നോടൊരു ദേഷ്യമില്ല. എന്നോട് നല്ലപോലെ ഇങ്ങോട്ട് സംസാരിച്ചടി. എനിക്ക് എന്ത് സന്തോഷം കൊണ്ട്. എടി അഫ്സലിക്കാണെങ്കിൽ ഇവിടെ ഇല്ല. ആളെ കൂട്ടുകാരൻ്റെ ഉപ്പാക്ക് എന്ത് വയ്യാതായിട്ട് അങ്ങോട്ട് കാണാൻ പോയിക്കാന്ന് പറഞ്ഞ് ഈ ഫോൺ വിളിച്ചാലാണെങ്കിൽ എടുക്കില്ല. വൈകിട്ട് എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കണം. ഈ സത്യം പറയാടി ഇത്താക്ക് എന്താ പറയണ്ടെന്ന് അറിയണമെന്നില്ല. അതാണ് ഇത്ര തപ്പിപ്പോയ ഇത്ത. പിന്നെ ഫോൺ ചെയ്ത് എല്ലാ കാര്യം പറയട്ടാ. ഈ ഉമ്മാനോട് ഈ കാര്യങ്ങൾ പറയും. നാശമ്മേ, ഇജ എന്ത് കൈവശാടിന്റെ ഉമ്മാക്കൊക്കെ കൊടുത്തിക്കണത്? ഇജ എല്ലാരും ഇങ്ങനെ മയക്കി വെച്ചിക്കണല്ല. എടി എന്നോട് ഞാൻ എന്ത് തെറ്റാടി ചെയ്തത്? അതാ ഇജ ആ വീഡിയോ ഉമ്മാക്ക് കാണാതെ ഈ പണിക്ക് ഞാൻ ചെയ്തില്ലടി. കറി വരെ ഉണ്ടാക്കാൻ അറിയാത്തതിനെ കൊണ്ട് ഈ കറി വരെ ഉണ്ടാക്കിച്ചില്ലേ. നാശം പിടിച്ചോള്. എല്ലാരും കൈക്കലാക്കി വെച്ചിക്കണല്ല. ആര് പറഞ്ഞത് ഞാൻ വീഡിയോ കാണിച്ചു കൊടുത്തു ഉമ്മാക്കെന്ന്? സത്യം പറഞ്ഞാലേ ഇതിലുള്ള വീഡിയോ ഞാൻ കാണിക്കണച്ചിട്ടേന്ന് റീനി എന്നോട് വന്നിട്ട് പറഞ്ഞ് നമുക്ക് ആ വീഡിയോ കാണിച്ചു കൊടുക്കുക എന്നുള്ളത്. പിന്നെ ഞാനാണ് പറഞ്ഞതോളോട് വേണ്ടടി അവിടെ നിൽക്കട്ടെ എന്നുള്ളത്. ശരിക്കേ കറിയിൽ ഉപ്പിട്ടതും മുളകിട്ടതൊക്കെ കാണിച്ചു കൊടുക്കണമായിരുന്നു. എടി അഫ്സലിക്കാൻ്റെ ഉമ്മ എൻ്റെ ഉമ്മയും കൂടിയല്ലേ. അനക്കെന്താ ഉമ്മ എന്നോട് നല്ലപോലെ ആവണേന് ഇത്ര ചൊറിച്ചില്? ഇതിനെ അനുഭവിക്കാൻ കൊടുക്കണുള്ളൂ. ഇന്റെ ഉമ്മാനാണ് ഈ ഇന്റെ അടുത്തുനിന്ന് പിടിച്ച് വലിച്ചു കൊണ്ടുപോണത്. എനിക്ക് ഇവിടെ ആകെപ്പാടെ ഒരു രക്ഷ ഉണ്ടായിരുന്നതേ ഇന്റെ ഉമ്മയായിരുന്നു. ബാക്കിയുള്ള എല്ലാരെയും ഈ കൈക്കലാക്കിക്കണല്ല. ഇപ്പൊ ഇന്റെ ഉമ്മാനെ ഈ കൈക്കലാക്കിട്ടെ. എന്ത് കൈവശാടി എല്ലാവർക്കും കൊടുക്കണത്? ഞാൻ അനുഭവിക്കുന്നില്ലേ എന്ത് കാര്യത്തിന്? മോളെ ശരിയേ, ഞാൻ അനുഭവിച്ച മാരിക്കേ ഒരു പെണ്ണും അനുഭവിച്ചിട്ടില്ലടി. ആ ഇന്നാണ് ഈ ഇങ്ങനെ കുത്തി നോവിക്കണത്. പക്ഷേ എല്ലതും കണ്ടും കേട്ടും സഹിച്ചു നിൽക്കുന്നേ നീ വിചാരിച്ചിരുന്ന? മോളെ അധികം ഒച്ചടല്ലേട്ടോ. ഇങ്ങനെ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഇമ്മ പ്രതികരിക്കും. ഞാൻ ഇമ്മാനോടെ അന്നെ തിരിക്കേ
അല്ലെങ്കിൽ റിനുവിനെ പറ്റി പറഞ്ഞു കൊടുക്കേ ഈ വീട്ടുകാരെ പറ്റി പറഞ്ഞു കൊടുത്തുകൊണ്ട് ഒന്നും ഞാൻ ഇന്റെ സൈഡിലേക്ക് ആക്കിയിട്ട് നിങ്ങൾ പറഞ്ഞ മാതിരിക്ക് കൈവശം കൊടുത്തതല്ല. ഇമ്മാക്കിന്നെ മനസ്സിലായി, അത്ര തന്നെ. അനുഭവിപ്പിക്കുമ്പോഴേ എന്നോടൊന്ന് പറയണട്ടാ, കാരണം ഞാൻ നിന്നാലല്ലേ എനിക്ക് അനുഭവിപ്പിക്കാൻ പറ്റുള്ളൂ. ഇന്നെ എടി സ്വന്തം കെട്ടിയോന്റെ കൂടെ പോയി നല്ലപോലെ ജീവിക്കാൻ നോക്കടി. ആ പാവത്തിനിട്ടുങ്ങാണ്ട് ഇങ്ങനെ കുരങ്ങ് കളിപ്പിക്കണ്ടല്ലേ ജി. ഞാനിതൊന്നും അറിയില്ല എന്നാണ് എൻ്റെ ധാരണ. ഞാൻ തൽക്കാലം ഇപ്പം എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോണിയടി. ഞാൻ എൻ്റെ ഭർത്താവിനെ സ്നേഹിച്ചാലും സ്നേഹിച്ചില്ലല്ലോ എനക്കെന്താടി. ഇജ്ജ് എൻ്റെ കാര്യം നോക്കടി, മോശം പിടിച്ചോളാൻ. മോള് കോളേജ് പഠിക്കുമ്പോഴേ ഒരു പയ്യനായിട്ട് ഇഷ്ടത്തിലായിരുന്നില്ലേ? അതല്ല ഇപ്പോൾ സ്വന്തം കെട്ടിയനോടേ ഈ കൊടുന്നുകൊണ്ട് കയർക്കണത്. അവ എന്നെ ഡിവോഴ്സ് ആക്കിയിട്ട് ഇവിടെ പെരയെ കൊടുന്നാക്കണോ? അയ്യോ, ഇങ്ങനെ നെട്ടിയാലെങ്ങനെ? എന്തെല്ലാം കഥകൾ എന്നെ കുറിച്ച് എനിക്കറിയാം മോളെ. ഈ എന്താ കരുതിയത് ഞാൻ വെറും പൊട്ടത്തിയാണ് എന്നോ? പ്രത്യേകിച്ച് എൻ്റെ മുന്നിലേ ഈ ആദില ഒരിക്കലും പൊട്ടത്തിയാവൂല. പൊട്ടത്തിനെ അഭിനയിക്കാൻ ആദിലാക്കറിയാം, പക്ഷെ പൊട്ടത്തിയല്ല. മനസ്സിലായില്ലേ? ഭർത്താവിനോട് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവ എന്നെ ഇവിടെ കൊടുന്നാക്കി തരണം. എന്നിട്ട് ഡിവോഴ്സ് ആയിട്ട് എന്നെ മറ്റോ പെണ്ണ് ചോദിക്കാൻ വരും. അതല്ലേ മോളെ എൻ്റെ പ്ലാനിങ്? ഇതാദ്യം ഇല്ലാത്ത അനാവശ്യം പറഞ്ഞാണ്ടല്ല മോളെ. സംസാരിക്കണത് ഞാൻ കേട്ടടി. അത് ഈ അവനോട് സംസാരിക്കണല്ല, എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കണതാ ഞാൻ കേട്ടത്. ഈ എന്താണോ ഏതാണോന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ശരി, ഞാൻ ഒരു കാര്യം പറയാണ്. സ്വന്തം ജീവിതം വെച്ചുകാണ്ടേ പന്താടരുത്. മനസ്സിലായില്ലേ? അത് നല്ലതല്ല മോളെ. സ്വന്തം ജീവിതം വെച്ച് പന്താടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവനും ഉണ്ടാവില്ല, ഇവനും ഉണ്ടാവില്ല. ഇപ്പം കിട്ടിയതിനിട്ടെ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ നോക്ക്. അതാണ് ഏറ്റവും നല്ലത് മോളെ. ആദ്യം ഞാൻ പറയണം. ഞാനിത് അഫ്സൽഖാനോട് പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ പറയേണ്ട സാഹചര്യം വന്ന് ഞാൻ പറയും. ചെല്ലാൻ നോക്കിപ്പോ. ഞാൻ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോണോ പോണ്ടേ എന്നുള്ളതേ അത് എൻ്റെ ഇഷ്ടമാണ്. എന്തിനാ കാര്യം നോക്കണത്? അത് എൻ്റെ പേഴ്സണൽ കാര്യമാണ്. അതിലേക്ക് കൂടുതൽ ഇടപെടാതിരിക്കണം നല്ലത്. ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അത് അനക്ക് നല്ലതിനല്ലേ കാരം. ഒന്ന് പോ ശരിയാ. ഇക്കന്നോട് സംസാരിക്കണം എന്നില്ല. ചെല്ലി. അവളിപ്പോൾ ഉമ്മാക്ക് എന്ത് കൈവശാടി കൊടുത്തിക്കണമെന്ന് വെച്ചുകൊണ്ട് വന്നിക്ക. ഈ കൂടുതൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് കാണിക്കും ഉമ്മാനോട്. പിന്നെ ഉമ്മ ഇന്ന് തന്നെ എന്നെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കും. അല്ലെങ്കിൽ ആ സാധുവിൻ്റെ കൂടെ പോയിട്ട് നല്ലപോലെ ജീവിക്കടി. ഒന്നല്ലെങ്കിൽ ഇക്കുൻ്റെ കെട്ടിയവനക്ക് നല്ല റൊമാൻറ്റിക് ആയിട്ട് ഇവിടെ ജീവിച്ചൂടെ? ഇങ്ങനെ ഞങ്ങളെ ജീവിതത്തിൽ കട്ടുമ്പായി നടക്കണമെന്നാലോ? എടി മനുഷ്യന്മാരെ കുറച്ചൊക്കെ നാണം വേണം. ഇവിടെ ഇപ്പം ഉണ്ട്, ഇമ്മുണ്ട്, അനിയത്തിയുണ്ട്, എല്ലാവരും നല്ല ചിന്ത ഉണ്ടാവണം. ഇതെങ്ങനെ അഫ്സലിനെ കിട്ടിയപ്പോൾ അതാണ് ലോകം വെച്ച് നടക്കുകയാണ്. നാണം ചെയ്യാത്തോള്. ഈയിടായിട്ടേ നാണം എനിക്ക് കുറച്ച് കുറവാണ്. ഇത് ചെല്ലാൻ നോക്ക്. അന്നെ എങ്ങനെ വൈക്ക് കൊണ്ടിരുന്നുള്ളതേ ഞാൻ അതിലാക്ക് നല്ല അറിയാം.